ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ന് സെയിലിന് വേണ്ടി വന്നിട്ടുള്ള ഐറ്റംസാണ്. ഈ കോട്ടൺ ക്ലോത്തുകളാണ്. ഇതിൻ്റെ റേറ്റ് തന്നെ ഫസ്റ്റിലെ പറഞ്ഞേക്കാം, വെറും 35 റുപ്പീസാണ്. ഓൺലി 35. അത്രയും റേറ്റ് കുറവാണ്. ഇനി ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പല ആളുകളും പല ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. പല നിറത്തിലും പല വലുപ്പത്തിലും പല ഡിസൈനിലും വന്നിട്ടുണ്ട്. ഏകദേശം ഒരു പില്ലോ കവറിൻ്റെ വലുപ്പത്തിലാണ് ഇതിൻ്റെ ഈ ഒരു ക്ലോത്ത് വരുന്നത്. ഇതിൻ്റെ യൂസ്, ചിലരിത് കിച്ചൺ ടൗലായിട്ട് യൂസ് ചെയ്യും. ചിലരിത് ഈ കാണുന്ന പ്രിൻ്റൊക്കെ ഇല്ലേ, ഈ എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്ന ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന ഈ ഒരു ഡിസൈനൊക്കെ ചെറിയ കുട്ടികളുള്ളവർ അവരുടെ ബേബി ബാഗിനുള്ളിൽ ഇതുപോലെയുള്ള 3 വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. ഞാനിത് വാട്സപ്പിലായിരുന്നു ഇത്രയും നാളും സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുണ്ട്, ഇത്രയും എംബ്രോയ്ഡറി നമ്മൾ ഒരു ഷോപ്പിൽ കൊടുത്ത് ചെയ്യിപ്പിക്കണമെങ്കിൽ എത്ര റേറ്റ് ആവും? ഇത് വെറും 35 രൂപയുള്ളൂ. കുഞ്ഞുങ്ങളുടെ ബാഗിൽ നമ്മളിതിട്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ എടുക്കുമ്പോൾ തന്നെ കാണാനൊരു ഭംഗിയാണ്. വെറുതെ പല കളറുള്ള ടർക്കി യൂസ് ചെയ്യുന്നതിനേക്കാളും ടർക്കി നമുക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. പക്ഷേ ഈ 35 രൂപയ്ക്ക് ഇതുപോലെ കുറച്ച് ബാഗിലൊക്കെ വാങ്ങി വെക്കുക എന്ന് പറയുന്നത് നല്ല ഒരു യൂസ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. ഇതിൻ്റെ പല കളറുകളും പല ഡിസൈനുകളും വരുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ എംബ്രോയ്ഡറി വർക്കുകളാണ്. കണ്ടോ, ഇത് ചിലരിൽ സ്പെല്ലിങ് വരുന്നുണ്ട്. ആ സ്പെല്ലിങ് തന്നെ ചിലർ എന്നോട് ചോദിക്കും, മോളുടെ പേര് ഇങ്ങനെയാണ്, ആ പേരിൽ ഫസ്റ്റ് ലെറ്റർ ഉള്ളത് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് അവർക്കത് സെയിൽ ചെയ്യും. നല്ലൊരു ഐറ്റം ആട്ടോ. പിന്നെ ഓരോ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർ എൻ്റെ ആവശ്യങ്ങൾക്കാണെന്ന് പറയുമ്പോഴാട്ടോ എനിക്ക് മനസ്സിലാവണം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന്. ഡേ കെയറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ ക്ലോത്ത് കൊടുത്തു വിടണമെന്ന് പറയില്ലേ, അപ്പോൾ ബാഗിൽ ഇതുപോലത്തെ 3-4 കൊടുത്തു വിടുന്നുണ്ടാവും. അതുപോലെ ഞങ്ങളുടെ വണ്ടിയിൽ ഇത് കൊണ്ടുവന്ന റിയാസ്ക 3 സെലക്ട് ചെയ്തെടുക്കും വണ്ടിയിൽ ഇട്ടേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ നമുക്കൊരു ക്രിസ്മസ് തീമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 3-4 ഒരുമിച്ചൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കൈ തുടയ്ക്കാനായിട്ട്. അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ നമ്മൾ ഹാങ് ചെയ്തിട്ടില്ലേ ടൗല്, അതൊക്കെ ഈ ഒരു ഏത് ആഘോഷങ്ങളാണോ അതനുസരിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഇനി ആഘോഷങ്ങളെന്നില്ല, അല്ലാതെ തന്നെ ഇതുപോലെ കുറച്ച് സെലക്ട് ചെയ്തിട്ട് വെച്ചാൽ നമുക്കത് വാഷ് ചെയ്യാനും എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ കൈ തുടയ്ക്കാം. കോട്ടൺ ക്ലോത്ത് അല്ലേ, അപ്പോൾ അതിനും വളരെ ഈസി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അതിനും നമുക്ക് യൂസ് ചെയ്യാം. ഇതെൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് വാങ്ങുന്ന ഒരു ഫ്രണ്ടുണ്ട്. അവൾ എന്നോട് പറഞ്ഞത്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ 2 ദിവസത്തേക്ക് നിൽക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ ഇത് വിരിച്ചിടുമ്പോൾ, ഇത് നമ്മൾ സാധാരണ മോളുടെ ഡ്രസ്സല്ല ഇങ്ങനത്തെ തുണികൾ വിരിച്ചിടുമ്പോൾ അതിന് സൈഡൊന്നും ഉണ്ടാവില്ല അല്ലേ, കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത്. ടർക്കി ആണെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര യൂസാണ് ഈ ഒരു ഐറ്റം. പെട്ടെന്ന് ഉണങ്ങിയും കിട്ടുകയും ചെയ്യും, എവിടെ വേണമെങ്കിലും വിരിച്ചിടാം. ഫ്രണ്ടിലൊരു കസേര എടുത്തിട്ടിട്ട് അതിലൊരു 4 വിരിച്ചിട്ടാൽ പോലും ഒരു വൃത്തികേടില്ല. കാണാൻ നല്ല ഭംഗിയാണ്. എന്തോ ടവല് വിരിച്ചിട്ടിരിക്കുന്ന പോലെയാണ്. അപ്പോൾ യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. അത് മാത്രമല്ല കാണാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിരിച്ചിടുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് എപ്പോൾ വന്നാലും എൻ്റെ അടുത്ത് മോളുടെ സ്പെല്ലിങ്ങിനനുസരിച്ചിട്ടുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ടിഫിൻ പൊതിഞ്ഞ് കൊടുത്തു വിടുന്ന സമയത്ത് കുട്ടികൾ സ്കൂളിൽ ചെന്നാൽ ഇതൊന്ന് തുറന്നു വെച്ചിട്ട്, ആൺകുട്ടികൾക്കാണ് ഈ ഒരു വണ്ടികളുടെ പടമൊക്കെ ഉള്ളത് കൂടുതൽ ഇഷ്ടം വരുന്നത്. അവരതൊക്കെ പറഞ്ഞിരുന്ന പതുക്കെ കൂടുതൽ കഴിച്ചോളും. ഇനി 3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലോത്താണിത്. ഇതുപോലെ 3 വർഷം മുമ്പ് പുതിയത് വാങ്ങിയതാണ്. ഇത്രയും നാളായിട്ടും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ചെറുതായിട്ട് കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. സൈഡൊന്നും ഒരു സ്റ്റിച്ച് പോലും വിട്ടിട്ടില്ല. കാരണം ഐഷൂട്ടിക്ക് ലഞ്ച് ബോക്സ് പൊതിഞ്ഞ് കൊടുത്തു വിടുന്ന ടൗലാണിത്. ഏത് ക്ലോത്ത് ഇങ്ങനെ നിൽക്കും. നമ്മൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ അതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന കല്ലിലിട്ട് ഉരയ്ക്കുന്ന ഐറ്റം ആണെന്ന് വിചാരിക്കണം. അതിന് ഇപ്പോൾ ഈ മൂലയിലൊരു നൂല് വിട്ടിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ അതുപോലെ യൂസ് ചെയ്യുന്ന കേട്ടോ. ഇതിനൊന്നും കളറിന് ചെറിയ വ്യത്യാസം വന്നു എന്നല്ലാതെ അത്ര വലിയ കളറൊന്നും ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നില്ല ഇത്. ഞാൻ ടിഫിനൊക്കെ പൊതിഞ്ഞ് കൊടുക്കുമ്പോൾ കുറച്ച് കളറുള്ളത് നോക്കിയൊക്കെ സെലക്ട് ചെയ്യുമായിരുന്നു. അതുപോലെ ഞാൻ കിച്ചൺ ടവലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. ഇതിന് 3 വർഷമായി, ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇതുവരെയും. ഞാനിതൊക്കെ വാട്സപ്പിലാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളും. ഇപ്പോഴാണ് ഞാൻ ഈ ചാനലിലോട്ട് ഇട്ടിട്ട് എല്ലാവർക്കും കിട്ടുന്ന ലെവലിലോട്ട് ആക്കിയത്. ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡൊന്നും ഇന്ന് വരെയും വിട്ടിട്ടില്ല. അത് മാത്രമല്ല, അത് രാവിലെ തുടച്ചപ്പോൾ ഉണ്ടായിരുന്ന ചോറാണ്, അത് അരിയായിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും വൃത്തിയായിട്ട് വാഷ് ചെയ്യാറില്ലെന്ന്. ജസ്റ്റ് ഒന്ന് പൈപ്പിൽ കാണിച്ചിട്ട് ഗ്രില്ലിലേക്ക് തിരികെ വയ്ക്കും. എന്നിട്ട് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴാണ് ഞാനിതൊക്കെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഏപ്രനാണ്. ഇതിന് റേറ്റ് വരുന്നത് വളരെ കുറവാണ്. എത്രയായിരിക്കും? വെറും 95 രൂപയുള്ളൂ.
പല ഡിസൈനിലും പല കളറിലും വരുന്നുണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വാട്സപ്പിലാണ് ഇത്രയും നാളും ഇത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ജസ്റ്റ് ഞാൻ വാങ്ങുന്നതിൻ്റെ കൂടെ കുറച്ച് വാങ്ങി അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. കാരണം ആദ്യമേ തന്നെ ഞാൻ എന്തെങ്കിലും വാങ്ങിയാൽ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എക്സ്ട്രാ കുറച്ച് വാങ്ങണം. അങ്ങനെ വാങ്ങി പിന്നെ അവർ പറഞ്ഞിട്ട് വേറെ ആളുകൾക്ക് വാങ്ങണം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ വാട്സപ്പിലായിരുന്നു ഇത്രയും നാളും സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെയും കൂടി അറിയിക്കണം എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ 35 40 വളരെ റേറ്റ് കുറഞ്ഞ ഐറ്റംസാണ് ഇതിന് ഈ ഒരു ലെങ്ത്താണ് വരുന്നത്. പോക്കറ്റൊക്കെ ഉണ്ട്. അടിപൊളി റേറ്റുമാണ്. പല കളറിലും പല ഡിസൈനിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ഇത് വേണമെന്ന് ആവശ്യമുള്ളവർ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഡിയേഴ്സ്.